ഹലോ ഫ്രണ്ട്സ്, ഫാക്ടറി ടി വിയുടെ ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വെൽക്കം. സിഗരറ്റ് വലിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് അത് ഉപയോഗിക്കുന്നവർ ഉൾപ്പെടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പുകവലിയുടെ ദൂഷ്യവശങ്ങൾ അറിഞ്ഞിട്ടും ലോകത്തിൽ പുകവലിക്കുന്നവരുടെ എണ്ണത്തിന് ഒരു കുറവും ഉണ്ടായിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ സിഗരറ്റിന് വൻ ഡിമാൻഡാണ് വിപണിയിലുള്ളത്. സിഗരറ്റുകൾ എങ്ങനെയാണ് ഫാക്ടറിയിൽ നിർമ്മിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയോ? സിഗരറ്റിന്റെ ഫാക്ടറി മാനുഫാക്ചറിംഗ് പ്രോസസ്സാണ് ഇന്ന് ഫാക്ടറി ടി വി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഒരു കാര്യം ആദ്യമേ പറയുകയാണ്, ഈ വീഡിയോയിലൂടെ സിഗരറ്റിന്റെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുവാനുള്ള യാതൊരു ലക്ഷ്യവും ഞങ്ങൾക്കില്ല. സിഗരറ്റിന്റെ നിർമ്മാണ പ്രക്രിയ നിങ്ങളെ പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ഓക്കെ, അപ്പോൾ സിഗരറ്റിന്റെ നിർമ്മാണത്തിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ അല്പം സിഗരറ്റ് ഹിസ്റ്ററി ആയാലോ, ചരിത്രം. സിഗരറ്റിന്റെ ആദ്യകാല രൂപം അവയുടെ മുൻഗാമിയായിട്ടുള്ള സിഗാറിന് സമാനമായിരുന്നു. 9-ാം നൂറ്റാണ്ടിലെ മെക്സിക്കോയിലും മധ്യ അമേരിക്കയിലും ഈറ്റ ഉപയോഗിച്ച് നിർമ്മിച്ച സ്മോക്കിംഗ് ട്യൂബിന്റെ രൂപത്തിലുള്ള മുൻഗാമി സിഗരറ്റിന് ഉണ്ടായിരുന്നതായിട്ട് പറയപ്പെടുന്നു. അതുപോലെ തന്നെ മായന്മാരും പിന്നീട് ആസ്റ്റക്കുകളും മതപരമായിട്ടുള്ള ആചാരങ്ങളുടെ ഭാഗമായിട്ട് പുക വലിക്കുമായിരുന്നുവെന്നത് അവര് നിർമ്മിച്ച മൺപാത്രങ്ങളിലും ക്ഷേത്ര കൊത്തുപണികളിലും കാണപ്പെട്ട പുക വലിക്കുന്ന പുരോഹിതന്മാരുടെയും ദേവന്മാരുടെയും ചിത്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. കരീബിയൻ, മെക്സിക്കോ, മധ്യ തെക്കേ അമേരിക്ക എന്നിവിടങ്ങളിൽ അടുത്ത കാലം വരെ പുകവലിയുടെ ഏറ്റവും സാധാരണമായിട്ടുള്ള രീതിയായിരുന്നു സിഗരറ്റും ചുരുട്ടും എന്ന് പറയുന്നത്. നോർത്ത് അമേരിക്കൻ, സെൻട്രൽ അമേരിക്കൻ, സൗത്ത് അമേരിക്കൻ സിഗരറ്റ് വിവിധ ഇലകൾ ഉപയോഗിച്ച് പൊതിഞ്ഞ് ഉണ്ടാക്കിയതായിരുന്നു. സ്പെയിൻ ചോളച്ചെടിയുടെ ഇലകൾ ഉപയോഗിച്ച് സിഗരറ്റുകൾ നിർമ്മിക്കുന്നതായിട്ടും പറയപ്പെടുന്നു. 17-ാം നൂറ്റാണ്ടോടെയാണ് സിഗരറ്റ് നിർമ്മിക്കാൻ കടലാസ് ഉപയോഗിച്ച് തുടങ്ങിയത്. കടലാസ് ഉപയോഗിച്ച് നിർമ്മിച്ച ആദ്യകാല സിഗരറ്റുകളെ പാപ്പലറ്റ് എന്നാണ് വിളിച്ചിരുന്നത്. 18-ാം നൂറ്റാണ്ടിലെ പ്രശസ്തനായിട്ടുള്ള ചിത്രകാരനായിട്ടുള്ള ഗോയയുടെ ചിത്രങ്ങളായിട്ടുള്ള ലാ കൊമേറ്റെ, ലാ മെരിൻഡ, NL, മൻസനാറേസ്, എൻജിഗോ ഡി ലാ പെലോട്ടെ, എ പാല എന്നിവയിൽ പാപ്പലറ്റ് വലിക്കുന്ന ആളുകളുടെ ചിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. 1830ഓടെ സിഗരറ്റ് ഫ്രാൻസിലേക്ക് എത്തി. അവിടെ വെച്ചാണ് പാപ്പലറ്റ് എന്ന പേരിൽ നിന്നും അതിന് സിഗരറ്റ് എന്ന പേര് ലഭിച്ചത്. 1845 ആയപ്പോഴേക്കും ഫ്രാൻസ് സിഗരറ്റ് നിർമ്മാണത്തിന്റെ കുത്തകയായിട്ട് മാറി. 1840ലാണ് സിഗരറ്റ് എന്ന ഫ്രഞ്ച് പദം പാപ്പലറ്റിന് പകരമായിട്ട് ഇംഗ്ലീഷുകാർ ഉപയോഗിച്ചു തുടങ്ങിയത്. ഇനി സിഗരറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മെഷീനുകളുടെ കണ്ടുപിടുത്തത്തെ കുറിച്ച് പറയാം. 1847 മെക്സിക്കോയിലെ ജുവാൻ നെപ്പോമുസേനോ അഡോർനോ എന്ന വ്യക്തിയാണ് ആദ്യമായിട്ട് സിഗരറ്റ് നിർമ്മാണ യന്ത്രം കണ്ടുപിടിച്ചത്. അദ്ദേഹം അതിന് പേറ്റന്റ് നേടിയിരുന്നു. പക്ഷേ 1880കളിൽ അമേരിക്കൻ ഇൻവെന്ററായിട്ടുള്ള ജെയിംസ് ആൽബർട്ട് ബോൺസാക്ക് മറ്റൊരു സിഗരറ്റ് നിർമ്മാണ യന്ത്രം വികസിപ്പിച്ചെടുത്തു. അത് അഡോർനോ നിർമ്മിച്ച യന്ത്രത്തെക്കാൾ കൂടുതൽ ഉൽപാദന ശേഷിയുള്ള ഒന്നായിരുന്നു. അതോടെ ആ മെഷീൻ വ്യാപകമായിട്ട് ഉപയോഗിക്കാൻ ആരംഭിച്ചതോടെ സിഗരറ്റ് നിർമ്മാണ കമ്പനികളുടെ ഉൽപാദനക്ഷമത വളരെയധികം വർദ്ധിച്ചു. പ്രതിദിനം കൈകൊണ്ട് ചുരുട്ടുന്ന 40,000 സിഗരറ്റുകൾ നിർമ്മിക്കുന്ന സാഹചര്യത്തിൽ നിന്നും ഏകദേശം 4 ദശലക്ഷം സിഗരറ്റുകൾ നിർമ്മിക്കുവാൻ തുടങ്ങി. ഇംഗ്ലീഷുകാർക്കിടയിൽ സിഗരറ്റ് വലിക്കുന്ന ശീലം വ്യാപിക്കാനിടയായതിന് പിന്നിൽ രസകരമായിട്ടുള്ള ഒരു സംഭവമുണ്ട്. ക്രിമിയൻ യുദ്ധകാലത്തും അതിനുശേഷവും ബ്രിട്ടീഷ് പട്ടാളക്കാർ തങ്ങളുടെ ശത്രുക്കളായിട്ടുള്ള ഓട്ടോമൻ, തുർക്കി, റഷ്യൻ പട്ടാളക്കാർ പുകവലിക്കുന്നത് കണ്ട് അതിനെ അനുകരിക്കുന്നതിന് വേണ്ടിയാണ് പുകവലി തുടങ്ങിയത്രേ. അതോടെയാണ് സിഗരറ്റ് രൂപത്തിൽ പുകയിലയുടെ ഉപയോഗം ഇംഗ്ലീഷുകാർക്കിടയിൽ കൂടുതൽ വ്യാപകമായത്. ഇനി നമുക്ക് സിഗരറ്റ് നിർമ്മാണം എങ്ങനെയാണെന്ന് നോക്കാം. സിഗരറ്റിന്റെ മുഖ്യ അസംസ്കൃത വസ്തു പുകയിലയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഈ പുകയില കൃഷി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് പുകയില കൃഷിയിടത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. ഗ്രീൻ ഹൗസുകളിലാണ് പുകയില തൈകൾ കൃഷി ചെയ്യുന്നതിനായിട്ട് തയ്യാറെടുക്കുന്നത്. ഗുണമേന്മയുള്ള തൈകൾ മാത്രമേ കൃഷി ചെയ്യാൻ വേണ്ടി തെരഞ്ഞെടുക്കാറുള്ളൂ. പ്രത്യേകതരം ട്രേകളിലാണ് ഇങ്ങനെ പുകയില തൈകൾ നട്ടു വളർത്തുന്നത്. തൈകൾ ഇളക്കി നടാൻ പരുവമാകുന്നത് വരെ ദിവസേന അവയ്ക്ക് ആവശ്യമായിട്ടുള്ള ജലസേചനവും നടത്തും. ഇളക്കി നടുവാൻ പരുവമാകുമ്പോൾ ഇവയെ കറുത്ത മണ്ണുള്ള കൃഷിയിടങ്ങളിൽ നട്ടുപിടിപ്പിക്കുന്നു. വളരെയധികം വെള്ളം ആവശ്യമുള്ള കൃഷിയാണ് പുകയില കൃഷി. വിളവെടുപ്പിന് പരുവമാകും വരെ നല്ല രീതിയിലുള്ള ജലസേചനം പുകയില ചെടികൾക്ക് ആവശ്യമാണ്. 2 മുതൽ 3 മാസം കൊണ്ടാണ് പുകയില ചെടി വിളവെടുപ്പിന് തയ്യാറാകുന്നത്. വിളവെടുപ്പിന് പാകമാകുമ്പോൾ പുകയില ചെടികളിൽ നിന്നും പാകമായ ഇലകൾ കൈകൊണ്ട് പറിച്ചെടുക്കുന്ന ഈ ഇലകളെ ശേഖരിച്ച ശേഷം ബണ്ടിലുകളാക്കി മാറ്റി 4 മുതൽ 8 ആഴ്ച വരെ ഉണക്കുന്നു. നന്നായി ഉണങ്ങിയ പുകയില പ്രത്യേകതരം കംപ്രസിംഗ് മെഷീൻ ഉപയോഗിച്ച് വലിയ ചതുരക്കട്ടകളാക്കിയാണ് സിഗരറ്റ് നിർമ്മിക്കാൻ വേണ്ടി ഫാക്ടറിയിലേക്ക് എത്തിക്കുന്നത്. ഇനി ഫാക്ടറിയിൽ സിഗരറ്റ് നിർമ്മിക്കുന്നത് എങ്ങനെ നോക്കാം. ഇങ്ങനെ ചതുരക്കട്ടയുടെ ആകൃതിയിൽ ഫാക്ടറിയിൽ എത്തുന്ന പുകയിലയെ ഒരു ഗ്രൈൻഡിംഗ് മെഷീനിലേക്കാണ് ആദ്യം കടത്തിവിടുന്നത്. സിഗരറ്റ് നിർമ്മിക്കാൻ ആവശ്യമായ വലിപ്പത്തിനനുസരിച്ച് ഗ്രൈൻഡിംഗ് മെഷീൻ പുകയിലയെ നന്നായിട്ട് പൊടിച്ചെടുക്കുന്നു. അങ്ങനെ പൊടിച്ചെടുക്കുന്ന പുകയിലയിൽ എന്തെങ്കിലും വിധത്തിലുള്ള മാലിന്യങ്ങളോ അന്യവസ്തുക്കളുടെയോ സാന്നിധ്യമുണ്ടോ എന്നറിയുവാൻ വേണ്ടി കൺവെയർ ബെൽറ്റിലൂടെ കടത്തിവിട്ട് പ്രത്യേകതരം ക്യാമറയുടെയും സെൻസറുകളുടെയും സഹായത്തോടെ
സഹായത്തോടെ പരിശോധിക്കും. സിഗരറ്റിന്റെ ഗുണമേന്മ ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ഇങ്ങനെ പരിശോധിക്കുന്നത്. പരിശോധന പൂർത്തിയാകുന്നതോടെ സിഗരറ്റ് നിർമ്മിക്കാൻ ആവശ്യമായ പുകയിലപ്പൊടി തയ്യാറാക്കുന്നു. ഇനി തയ്യാറായ പുകയിലപ്പൊടിയെ സിഗരറ്റിന്റെ രൂപത്തിലേക്ക് മാറ്റുന്ന ഘട്ടമാണ്. പ്രത്യേകതരം പേപ്പറും അതുപോലെ തന്നെ ആ പേപ്പർ ഉപയോഗിച്ച് സിഗരറ്റുകൾ റോൾ ചെയ്ത് നിർമ്മിക്കുവാനും കഴിയുന്ന മെഷീനുമാണ് ഈ ഘട്ടം പൂർത്തിയാക്കാൻ ഉപയോഗിക്കുന്നത്. ഒരു പ്രത്യേകതരം പേപ്പർ റോളിംഗ് മെഷീൻ ഉപയോഗിച്ച് പൊടിച്ചെടുത്ത പുകയില പേപ്പർ റോൾ ചെയ്ത് സിഗരറ്റിന്റെ രൂപത്തിലാക്കുന്നു. മിനിറ്റുകൾ കൊണ്ട് 100 കണക്കിന് സിഗരറ്റുകൾ തയ്യാറാക്കുവാൻ ശേഷിയുള്ള ഈ മെഷീന്റെ പ്രവർത്തനം കണ്ടു നിൽക്കുന്നത് വളരെ അതിശയപ്പെടുത്തുന്ന കാഴ്ച തന്നെയാണ്. അതിനുശേഷം സിഗരറ്റിൽ ഫിൽട്ടർ ഉറപ്പിക്കുന്നു. അതിനുശേഷം നിർമ്മാണം പൂർത്തിയായ ഓരോ സിഗരറ്റിനെയും വളരെ സൂക്ഷ്മതയോടെ പരിശോധിച്ച് ഗുണമേന്മ ഉറപ്പുവരുത്തുന്നു. അതിനുശേഷം സിഗരറ്റുകളെ മെഷീനുകളുടെ സഹായത്തോടെ തന്നെ ചെറുതും വലുതുമായിട്ടുള്ള പലതരം പാക്കറ്റുകളിൽ നിറയ്ക്കുന്നു. പാക്കറ്റുകളിൽ നിറച്ച സിഗരറ്റുകൾ ഫാക്ടറിയിൽ നിന്ന് ഡീലർമാരുടെ അടുക്കലേക്ക് അയക്കുന്നതോടെ സിഗരറ്റ് നമ്മുടെ കൈകളിൽ എത്തുന്നതിന് വേണ്ടിയുള്ള യാത്ര ആരംഭിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ സിഗരറ്റ് എങ്ങനെയാണ് ഫാക്ടറിയിൽ നിർമ്മിക്കുന്നതെന്ന്? അപ്പോൾ ഒരിക്കൽ കൂടി പറയുകയാണ്, സിഗരറ്റ് നമ്മുടെയും നമ്മുടെ ചുറ്റുമുള്ള പ്രിയജനങ്ങളുടെയും ആരോഗ്യത്തിന് വളരെ ഹാനികരമാണ്. അതുകൊണ്ട് കഴിവതും സിഗരറ്റിനെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്താൻ ശ്രമിക്കുമല്ലോ അല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരുന്നുവെന്ന് വിശ്വസിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. ആദ്യമായിട്ടാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പരിഗണിക്കണം. അപ്പോൾ മറ്റൊരു വിജ്ഞാനപ്രദമായിട്ടുള്ള വീഡിയോസുമായിട്ട് ഞങ്ങൾ വീണ്ടും വരാം. അതുവരെയും സ്റ്റേ ട്യൂൺ ഫാക്ടറി TV ഫോർ ദി വണ്ടർഫുൾ factory making videos.